അകന്നു പോയി ഞാൻ, ഏറെ ദൂരം അകന്നു പോയി ഞാൻ, അങ്ങെ വിട്ട് അകന്നു പോയി ഞാൻ, ഏറെ ദൂരം അകന്നു പോയി ഞാൻ. അമ്മയേക്കാൾ സ്നേഹമേകി നീ ചേർത്തണച്ചു തോളിലേറ്റി നീ, അപ്പനേക്കാൾ സ്നേഹമേകി നീ ചേർത്തണച്ചു തോളിലേറ്റി നീ, ഇത്രമേ 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 സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ, സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് സങ്കീർത്തനം 62:11 വാക്യമാണ്. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. ആമേൻ. കർത്താവ് സംസാരിക്കുന്ന വാക്കുകളൊക്കെ സത്യം പറഞ്ഞാൽ അത് ഒത്തിരി ലോങ് ആയ വാക്കുകളല്ല, കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ അതിനകത്ത് ഭയങ്കര ആഴത്തിൽ ദൈവശബ്ദമുണ്ട്. എന്താ ഈ മനുഷ്യൻ കേട്ട ശബ്ദം? ഞാൻ നിന്നെ സഹായിക്കുമെന്നോ കൂടെയുണ്ടെന്നോ അങ്ങനെ ഒരു ലോങ് ആയിട്ടുള്ള ശബ്ദമല്ല, ഒറ്റ വാക്ക്. ബലം ദൈവത്തിനുള്ളത്, ബലം എൻ്റെ. അവരൊറ്റ ശബ്ദം കേട്ടു. ചില സമയങ്ങളിലൊക്കെ ഒത്തിരി ലോങ് ആയിട്ടൊന്നും ദൈവശബ്ദം കേട്ടെന്ന് വരത്തില്ല, സിമ്പിളായ ചില വാക്കുകളായിരിക്കും കേൾക്കുന്നത്. ആ നിരാശയോടെ ദുഃഖത്തോടെ ജീവിതത്തിൽ ഭയങ്കര തകർച്ച അനുഭവിച്ചപ്പോൾ നീണ്ട 40 ദിവസങ്ങൾ ഓടി ഹോരേബിലെത്തിയപ്പോൾ ആ ഏലിയാവിനോട് എന്താ പറഞ്ഞേ? ഒരു മൃദുസ്വരം. പക്ഷെ അത് മതിയായിരുന്നു അവന്റെ ലൈഫ് മാറ്റാൻ. ഈ സങ്കീർത്തനത്തിൽ പറയുകയാണ്, ഞാൻ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. താഴേക്ക് വരുമ്പോൾ പറയുന്നു, മനസ്സിനോട് പറയുകയാണ്, എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായി ഇരിക്കുക. നമ്മുടെ ജീവിതത്തിലൊക്കെ നിശബ്ദമായിരിക്കേണ്ട കുറെ സമയങ്ങളുണ്ട്. പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് ഒന്നും കാണാത്ത ചില നിശബ്ദമായ സമയങ്ങളുണ്ട്. ഒന്നും നടക്കത്തില്ലെന്നൊക്കെ തോന്നും, പ്രാർത്ഥനയൊന്നും ഫലവത്തല്ലെന്നും ചിന്തിക്കും. പക്ഷേ ഭക്തൻ പറയുകയാണ്, ഞാൻ മൗനമായിട്ടിരിക്കുക. അറിയിക്കേണ്ട ഇടത്ത് ഞാൻ അറിയിച്ചു, കേൾക്കേണ്ടത് ഞാൻ കേട്ടു, ഇനി ഞാൻ മിണ്ടാതിരിക്കുക. നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തോട് പറഞ്ഞ ശേഷം അതിനകത്തൊരു ദൈവശബ്ദം നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ പിന്നെ നിങ്ങൾ മൗനമായിരിക്കുക, ശാന്തമായിരിക്കുക, സ്തുതിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടു, ബലം ദൈവത്തിനുള്ളതെന്ന്. ഈ ദിനങ്ങളിൽ ചില ദൈവശബ്ദങ്ങൾ കേൾക്കുന്ന ദിവസങ്ങളായിരിക്കും, ചിലത് കേൾക്കും. ഹല്ലേലൂയ. അടുത്ത വാക്ക് എന്നെ അതിനേക്കാൾ സന്തോഷിപ്പിച്ചു. ദൈവം 1 പ്രാവശ്യം അരുളി ചെയ്തു, ഞാനത് 2 പ്രാവശ്യം കേട്ടിരിക്കുന്നു. എന്താ ഇതിന്റെ അർത്ഥം? ദൈവശബ്ദം തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുക. ദൈവം ഒരിക്കലും എന്നോട് പറഞ്ഞത്, പക്ഷെ ഞാനതിനെ ആവർത്തിച്ച് ഞാൻ കേൾക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ദൈവശബ്ദം കേട്ടതുപോലെ ഒന്നും ആയിരിക്കത്തില്ല ജീവിത സാഹചര്യങ്ങൾ.
അതിന് അനുകൂലമായി സംസാരിക്കാനും ചുറ്റുപാടുകളിൽ നിന്നും ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോലും ഒരു ഉൾപ്രേരണ കിട്ടിയില്ലെന്ന് വരാം. കേൾക്കുന്നത് മുഴുവൻ നെഗറ്റീവായിരിക്കാം. എന്നാൽ നിങ്ങൾ ആ സമയത്തും ദൈവം പറഞ്ഞതിനെ റിപ്പീറ്റ് ചെയ്യുക. ഞാൻ 2 പ്രാവശ്യം കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജീവിതത്തിനകത്ത് ദൈവം പറഞ്ഞതിനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. അതേ നടക്കും, അതേ നടക്കും. ആ മറുകരയിലേക്കുള്ള യാത്രയിൽ കാറ്റും കോളും തിരമാലയും ആഞ്ഞടിക്കുമ്പോൾ പത്രോസേ, നീ പറയേണ്ടത് നശിച്ചു പോകുമെന്നല്ല, ആദ്യം കെട്ടിലെ അക്കരയ്ക്ക് പോവുക, അക്കരെ എത്തും, അത് പറയുക. സാഹചര്യങ്ങൾ നിങ്ങൾ പറയരുത്, കർത്താവ് പറഞ്ഞത് മാത്രം പറയുക. ഈ ദിവസം അങ്ങനത്തെ ഒരു അഭിഷേകം ദൈവം നിങ്ങളുടെ മേൽ അയക്കുകയാണ്. ആമേൻ. 1 പ്രാവശ്യം അരുളി ചെയ്തു, ഞാൻ 2 വട്ടം കേട്ടിരിക്കുന്നു. ദൈവം പറഞ്ഞത് മാത്രം കേട്ടുകൊണ്ടിരിക്കുക. ലോകം പറയുന്നതോ അവിശ്വാസങ്ങൾ പറയുന്നതോ നിങ്ങൾ കേൾക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത്ഭുതകരമായൊരു വ്യക്തിയായിരിക്കും. സ്തോത്രം. കർത്താവേ, ദൈവം നിനക്കുള്ളത്. കർത്താവേ, വിശ്വസ്തത നിനക്കുള്ളത്. അടുത്ത സമയങ്ങളിൽ അത്ഭുതകരമായ ഒരു സ്തുതി നിന്റെ അകത്തുനിന്ന് ഉയരും. അനേകരെ ഉറപ്പിക്കുവാൻ ദൈവം നിന്നെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ചെവികളെ തുറക്കണമേ. കർത്താവെ, തുടർമാനമായി ഞങ്ങളുടെ ശബ്ദങ്ങൾ കേട്ട് അങ്ങിൽ ബലപ്പെടുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണം. കർത്താവെ, പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ, പ്രശ്നങ്ങൾ പറയുന്ന ശബ്ദങ്ങളെ കേൾക്കാതെ, കർത്താവെ, ലോകം പറയുന്ന ശബ്ദങ്ങളെ കേൾക്കാതെ, മനുഷ്യർ പറയുന്ന ശബ്ദങ്ങളെ കേൾക്കാതെ, യേശുവെ, ദൈവം പറയുന്ന ദൈവത്തിൻ്റെ ശബ്ദങ്ങളെ കേട്ടുകൊണ്ട് മുമ്പോട്ടേക്ക് പോകാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. കർത്താവ്, അതിലൂടെ ഞങ്ങളെ സ്തുതികൾ, കർത്താവെ, പുകഴ്ചകളെല്ലാം അങ്ങ് ഞങ്ങൾക്ക് നൽകുവാൻ പോകുന്നതിന് നന്ദി പറയുന്നു. ഈ കേൾക്കുന്ന ഓരോ വ്യക്തിയും യേശുവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഈ വചനത്തെ നിങ്ങൾ മറക്കാതെ കേൾക്കുക. അതെ, ദൈവശബ്ദം കേൾക്കും, നിങ്ങളത് ആവർത്തിക്കും. ആരൊക്കെയോ പറഞ്ഞ ചില വാക്കുകൾ നിങ്ങളെ അലട്ടുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തെ അത് മാറട്ടെ. ചില നെഗറ്റീവ് വാക്കുകൾ കേട്ട ദുഃഖങ്ങൾ മാറിപ്പോകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്ത് ഇന്നത്തെ ദിവസത്തെ അസാധ്യമെന്ന് പറഞ്ഞ പല കാര്യങ്ങളും സാധ്യമാക്കുന്ന ദിവസമാക്കി തീർക്കട്ടെ. യേശുവിൻ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. അത്ഭുതമായിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം അത്ഭുതകരമായി ഞങ്ങളെ സൂക്ഷിക്കട്ടെ ഈ ദിവസം. ശലോം.